വാർത്തയിലേക്ക് വിശദമായി. കുതിച്ചെത്തിയ ദുരന്തം. രാജ്യത്തെ നടുക്കിയ ഒഡീഷയിലെ ട്രെയിൻ അപകടത്തിൽ 288 മരണം, 1000-ലധികം പേർക്ക് പരിക്കേറ്റു. NDRFന്റെയും വ്യോമസേനയുടെയും നേതൃത്വത്തിൽ നടത്തിയ രക്ഷാപ്രവർത്തനം അവസാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കും ബലേശ്വറിലെ അപകട സ്ഥലം സന്ദർശിച്ചു. രക്ഷാപ്രവർത്തനത്തിലും ദുരിതാശ്വാസ പ്രവർത്തനത്തിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് റെയിൽവേ മന്ത്രി നേരത്തെ പറഞ്ഞു. റെയിൽവേ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. बहुत ही बड़ी ट्रैजिक एक्सीडेंट है ये और सभी दिवंगत आत्माओं के साथ हमारी प्रार्थना है ताकि मैक्सिमम इस तरह की बड़ी ट्रेजेडी में जितना एफर्ट लगाया जाए उतना कम होता है. उन सभी परिवारों के साथ मेरी प्रार्थना है जिनके परिवार का मेंबर इस ट्रेजेडी में चले गए. कहीं पर भी जो बेस्ट पॉसिबल हेल्थ फैसिलिटी होगी वो दी जाएगी. एक्सीडेंट में इंक्वायरी करेगी. कमिश्नर रेल सेफ्टी को भी बुलाया गया है, वो भी इंक्वायरी करेंगे और इस प्रॉब्लम के इस एक्सीडेंट के रूट कॉज में जाएंगे. अभी सारा का सारा फोकस रेस्क्यू पे है और कंप्लीट फोकस है जिस तरह से जिनके भी गहरी चोटें आई हैं उनको ठीक जगह पे पहुंचा के उनका इलाज कराया जाए और परिजनों के पास ठीक खबर पहुंचे. सारा फोकस उस चीज़ पे. मैं यही कहूँगा कि अभी सबसे पहला फोकस रखें रेस्क्यू पे और रिलीफ. रेस्टोरेशन का काम तुरंत चालू होगा. जैसे ही कंप्लीट डिस्ट्रिक्ट एडमिनिस्ट्रेशन की तरफ से क्लियरेंस मिलता है तुरंत रेस्टोरेशन का काम चालू होगा. ऑलरेडी जितनी भी रेस्टोरेशन के लिए मशीनें हैं वो डिप्लॉय करके सोरों में खड़ी है. अभी ऑलरेडी मैं रास्ते में देखा है. इंक्वायरी के बाद में ही पता चलेगा. डेथ टोल के बारे में जरा जानकारी दे दीजिए. डेथ टोल डिस्ट्रिक्ट एडमिनिस्ट्रेशन और रेलवे एडमिनिस्ट्रेशन की तरफ से कंटिन्यूसली आपको अपडेट किया जा रहा है. उसी नंबर को आप लेके चलें. अभी कुछ भी कहना उचित नहीं है. इंक्वायरी होने दीजिए और सारा फोकस रेस्क्यू और जो घायल हुए हैं उनके इलाज पे फोकस करें. सारा का सारा फोकस मैंने कहा जैसे आपसे रेस्क्यू और इलाज पे ध्यान दिया जाए, रेस्टोरेशन पे ध्यान दिया. मैंने कहा पूरी जानकारी पूरी इंक्वायरी की जाएगी, कंप्लीट इंक्वायरी की जाएगी. डिटेल्ड में हाई लेवल इंक्वायरी कमेटी ऑलरेडी रात में ही घोषित कर दी गई थी. कमिश्नर रेल सेफ्टी वो भी इंडिपेंडेंट इंक्वायरी करेंगे तो कंप्लीट इंक्वायरी की जाएगी. Extremely tragic train accident. I have to thank the local people, the local teams and others who have worked overnight to save people from the wreckage. Railway safety should always be given the first preference. The people have been taken to hospitals here in Balasore, also in Cuttack, so that they recover as fast as possible. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അപകട സ്ഥലം സന്ദർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബലേശ്വറിലെത്തും. കട്ടക്കിൽ ചികിത്സയിൽ കഴിയുന്നവരെയും പ്രധാനമന്ത്രി കാണും. എൽദോ പോൾ പുതുശ്ശേരി വിവരങ്ങളുമായി ചേരുന്നു. എൽദോ, രക്ഷാപ്രവർത്തനം അവസാനിച്ചിരിക്കുന്നു. 288 മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ്? പ്രധാനമന്ത്രി അവിടേക്ക് പുറപ്പെട്ടു. എപ്പോഴേക്ക് സംഭവ സ്ഥലത്തെത്തുമെന്നാണ് അറിയുന്നത്? രേണുക, അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ഒഡീഷയിൽ എത്തിച്ചേരും. ഒഡീഷയിലേക്ക് പ്രധാനമന്ത്രി തിരിച്ചുവെന്ന് PMO ഓഫീസിൽ നിന്നുള്ള ഔദ്യോഗിക വിവരം നേരത്തെ തന്നെ ലഭ്യമാക്കിയിരുന്നു. പ്രധാനമന്ത്രി ആദ്യം എത്തുക ഈ അപകടം നടന്ന ബലേശ്വറിലായിരിക്കും. അവിടെ ബഹനഗ ആ സ്റ്റേഷന് സമീപമുള്ള അപകട സ്ഥലത്തേക്ക് പ്രധാനമന്ത്രി എത്തും. അപകട സ്ഥലം സന്ദർശിച്ച ശേഷം അദ്ദേഹം കട്ടക്കിലെ ആശുപത്രിയിലേക്ക് പോകും. അവിടെ ചികിത്സയിലുള്ള യാത്രക്കാരുമായി അദ്ദേഹം അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി അതിനുശേഷം മാത്രമായിരിക്കും ഒരു ഉന്നതതല യോഗം അവിടെ ഒഡീഷയിൽ ചേരുമോ എന്നുള്ള കാര്യത്തിൽ
ഒരു വ്യക്തത വന്നിട്ടില്ല. എന്താണെങ്കിലും പ്രധാനമന്ത്രി അല്പസമയത്തിനകം തന്നെ ഒഡീഷയിൽ എത്തിച്ചേരും. ഈ അപകടത്തിന്റെ ആ മരണക്കണക്ക് നേരത്തെ രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ 288 എന്ന വലിയ സംഖ്യയിലേക്ക് എത്തിയിരിക്കുന്നു. 1000-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ ഈ 1000-ലേറെ പരിക്കേറ്റവരിൽ 650-ലേറെ പേർ ഇപ്പോൾ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ്. പ്രധാനമായും കട്ടക്കിലും ബലേശ്വറിലും ഒപ്പം ഭുവനേശ്വറിലുമുള്ള ആശുപത്രികളിലാണ് ഇവർ പ്രധാനമായും ചികിത്സ തേടിയിരിക്കുന്നത്. ഈ രക്ഷാപ്രവർത്തനം, രക്ഷാദൗത്യം അത് പൂർത്തിയായി എന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അത് വ്യക്തമാക്കുമ്പോൾ ഒരു കാര്യം സൂചിപ്പിക്കണം. ഏറ്റവും ഒടുവിൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ നിന്നും പുറത്തെടുത്ത ആളുകളെ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ മാർഗമാണ് വിവിധ ആശുപത്രികളിൽ എത്തിച്ചത്. ഒപ്പം മൃതദേഹങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരെ എത്തിക്കുന്നതിലും ഈ ഹെലികോപ്റ്റർ മാർഗം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. വ്യോമസേന ഒപ്പം ആർമിയുടെ സഹായവും ഇക്കാര്യത്തിൽ തേടിയിട്ടുണ്ടായിരുന്നു. ആർമിയും രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ്. NDRF-നൊപ്പം ഒഡീഷ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനൊപ്പം ആർമിയും സജീവമായി തന്നെ രംഗത്തുണ്ടായിരുന്നു. നാട്ടുകാരുടെ ഇടപെടൽ ആദ്യ സമയം മുതൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ചും ഈ അപകടം നടന്ന് ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷമാണ് NDRF-ന്റെ സംഘത്തിന് അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത്. വെളിച്ചക്കുറവ് മൂലം തടസ്സപ്പെട്ട ആദ്യ രക്ഷാപ്രവർത്തനത്തിൽ ഈ നാട്ടുകാരുടെ പരിചയസമ്പത്താണ് അവിടെ കൂടുതൽ പേരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കിയതും. NDRF വന്ന ശേഷം കൂടുതൽ ആംബുലൻസുകൾ എത്തിച്ചേരുകയും വന്ന വാഹനങ്ങളെല്ലാം ആളുകളെ ആശുപത്രിയിലാക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ഊർജിതമായിട്ടുള്ള പൂർണ്ണ തോതിലുള്ള രക്ഷാപ്രവർത്തനം തന്നെ അവിടെ നടന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ രക്ഷാപ്രവർത്തനം പൂർത്തിയാകാൻ അത് ഇന്ന് ഉച്ചവരെ സമയം എടുത്തു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ആ ഉച്ചവരെ സമയമെടുക്കാനുള്ള കാരണം ഒരുപക്ഷെ ഈ ഒരു ബോഗി അത് അല്പം പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു. ആ ബോഗിയിൽ നിന്നും പരമാവധി ആളുകളെ ആരോഗ്യവാന്മാരായി തന്നെ പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് വളരെ സമയമെടുത്ത് സാവകാശത്തിൽ തന്നെ ആ ബോഗി വെട്ടിപ്പൊളിക്കുന്ന രീതിയിലേക്ക് കടന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വൈകിയത് എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ ട്രാക്കിൽ നിന്നും ഈ ബോഗികൾ ഒന്നൊന്നായി മാറ്റിക്കൊണ്ടിരിക്കുന്ന നടപടിയാണ് ഇപ്പോൾ അവിടെ അപകട സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ബുൾഡോസറുകളും ക്രെയിനുകളും ഉപയോഗിച്ചാണ് ഇപ്പോൾ ബോഗികൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ആ ട്രാക്കിൽ നിന്ന്. ഈ ട്രാക്കിന്റെ പുനർനിർമ്മാണം, ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള പ്രക്രിയ അത് ഉടൻ തന്നെ ആരംഭിക്കും. ബോഗികൾ പൂർണ്ണമായും മാറ്റുന്നതിന് പിന്നാലെ തന്നെ വീണ്ടും റെയിൽവേ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുമെന്ന് റെയിൽവേ മന്ത്രി വ്യക്തമാക്കുന്നു. അത് എപ്പോഴത്തേക്ക് സാധ്യമാകുമെന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. കാരണം 3 ട്രെയിനുകളാണ്. ഒന്ന് ലൂപ്പ് ലൈനിലായിരുന്നു എങ്കിൽ പോലും 2 പ്രധാന ട്രാക്കുകളിൽ ഓടിയിരുന്ന യശ്വന്ത്പൂർ എക്സ്പ്രസും കൊറമാൻഡൽ എക്സ്പ്രസിന്റെയും ബോഗികൾ പലയിടത്തായി ചിന്ന ഭിന്നമായി കിടക്കുന്ന സാഹചര്യത്തിൽ അത് പൂർണ്ണമായി നീക്കേണ്ട ഒരു സമയമെടുക്കും. അതിനുശേഷം മാത്രമേ ഈ പൊട്ടിപ്പൊളിഞ്ഞുപോയ റെയിൽ പാളം അത് വീണ്ടും പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. മമതാ ബാനർജി തൊട്ടു മുമ്പ് അവിടെ സംഭവ സ്ഥലം സന്ദർശിച്ചു. നവീൻ പട്നായിക് ഒഡീഷ മുഖ്യമന്ത്രി രാവിലെ മുതൽ പ്രധാനമന്ത്രിയാണ് അവിടേക്ക് എത്താനിരിക്കുന്നത്. പ്രധാനമന്ത്രി പുറപ്പെട്ടിട്ടുണ്ട്. അടുത്ത സമയത്ത് തന്നെ ഉടൻ തന്നെ പ്രധാനമന്ത്രി അവിടെ എത്തുമെന്ന് അറിയുന്നു. എൽദോ, നമ്മൾ ഇന്നലെ മുതൽ പ്രമുഖരായ പലരുടെയും പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിരുന്നു. അതിൽ റെയിൽവേ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനാണ് പ്രാധാന്യം നൽകുന്നത്, അതിനുശേഷം മറ്റു കാര്യങ്ങൾ സംസാരിക്കാം എന്നതാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം പൂർത്തിയായിട്ടുണ്ട്. എങ്ങനെ ഈ അപകടം സംഭവിച്ചു, എവിടെ വീഴ്ച സംഭവിച്ചു, എന്താണ് പാളിച്ച തുടങ്ങിയ കാര്യങ്ങളിലേക്കായിരിക്കുമോ ഇനി ശ്രദ്ധ തിരിയുക? അത്തരം പ്രതികരണങ്ങളാണോ വരും മണിക്കൂറുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഇതിനോടകം ഈ അപകടം സംബന്ധിച്ച്, അതിനിടയായ കാരണങ്ങൾ സംബന്ധിച്ച് പ്രാഥമികമായി ഉള്ള അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ആദ്യ നിഗമനത്തിൽ പ്രധാനമായും സിഗ്നലിംഗിലെ പാളിച്ചയാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ലഭ്യമായിട്ടുള്ള വിവരം. റെയിൽവേയിലെ ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചനയും അത്തരത്തിൽ തന്നെയാണ്. സിഗ്നലിംഗിൽ ഉണ്ടായ പാളിച്ച അത് കൊറോമാൻഡൽ എക്സ്പ്രസിനാണ് പ്രധാനമായും നേരിട്ടത്. ഈ പ്രധാനപ്പെട്ട ട്രാക്ക് 1 നീങ്ങേണ്ടിയിരുന്ന മെയിൻ ട്രാക്കിലൂടെ നീങ്ങേണ്ടിയിരുന്ന കൊറോമാൻഡൽ എക്സ്പ്രസിന് ആ ലൂപ്പ് ട്രാക്കിലൂടെ നീങ്ങേണ്ട സാഹചര്യം ഉണ്ടായി. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതായിരിക്കും പ്രധാനമായും അന്വേഷിക്കുക. ഈ ലൂപ്പ് ട്രാക്കിലാണ് ഈ ഗുഡ്സ് ട്രെയിൻ, അപകടത്തിൽപ്പെട്ട 3ാമത്തെ ട്രെയിനായിട്ടുള്ള ഗുഡ്സ് ട്രെയിൻ പാർക്ക് ചെയ്തിരുന്നത്. എങ്ങനെ ഈ ലൂപ്പ് ട്രാക്കിലേക്ക് തിരിയേണ്ട സാഹചര്യം ഈ കൊറോമാൻഡൽ എക്സ്പ്രസിന് വന്നിരുന്നു എന്നുള്ളതായിരിക്കും പ്രധാനമായും അന്വേഷിക്കുക. 130 കിലോമീറ്റർ പരമാവധി വേഗത്തിലായിരുന്നു ഈ കൊറോമാൻഡൽ എക്സ്പ്രസിന്റെ സഞ്ചാരം. അതുകൊണ്ട് തന്നെ ലോക്കോ പൈലറ്റിന് ഈ ഗുഡ്സ് ട്രെയിൻ എത്തുമ്പോഴേക്കും ഗുഡ്സ് ട്രെയിനിലേക്ക് ഒരു കൊളീഷൻ ഉണ്ടാകാത്ത രീതിയിൽ ബ്രേക്ക് ചെയ്ത് നിർത്താനുള്ള ഒരു സാവകാശം, അതിനുള്ള ഒരു സമയം ലഭിക്കാത്തതാണ് ഈ അപകടത്തിന്റെ തീവ്രത ഇത്രത്തോളം വർദ്ധിപ്പിച്ചത്. ഈ ഗുഡ്സ് ട്രെയിനിൽ ഈ കൊറോമാൻഡൽ എക്സ്പ്രസ് പോയി ഇടിക്കുന്നു. ഗുഡ്സ് ട്രെയിനിന്റെ മുകളിലേക്ക് പാഞ്ഞു കയറുന്ന കൊറോമാൻഡൽ
കോറമാൻഡൽ എക്സ്പ്രസ്, അതിനുശേഷം അതിന്റെ ബോഗികൾ സമാന്തരമായി തന്നെ അപ്പുറത്തെ ട്രാക്കിലൂടെ ട്രാക്ക് 2 പോയിക്കൊണ്ടിരുന്ന യശ്വന്ത്പൂർ എക്സ്പ്രസിൽ ചെന്ന് പതിക്കുകയും അവിടെ ഒരു കൊളീഷൻ സംഭവിക്കുകയും ചെയ്തതാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയതും ഇത്രമാത്രം ആളുകൾക്ക് പരിക്കേൽക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതും. ഏതാണ്ട് 2 ട്രെയിനുകളിലുമായി 3500ഓളം പേരാണ് ഈ 2 ട്രെയിനുകളിലുമായി യാത്ര ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ട്രെയിൻ അപകടങ്ങളിലൊന്നായി ഇത് മാറുന്നതിന്റെ കാരണവും മറ്റൊന്നല്ല. ഈ സിഗ്നലിംഗിലെ പിഴവ് അതൊരു ഹ്യൂമൻ എററാണോ അല്ലെങ്കിൽ ഒരു സാങ്കേതിക തകരാറാണോ എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. റെയിൽവേയുടെ ആദ്യ നിഗമനത്തിൽ, ആദ്യ വിലയിരുത്തലിൽ അത് സിഗ്നലിംഗിലെ പാളിച്ചയാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഇനി വ്യക്തമായും അറിയേണ്ടത്. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം. എൽദോ, നമുക്കറിയാം ഇത്ര വലിയ അപകടം, രാജ്യം കണ്ട വലിയ അപകടങ്ങളിലൊന്നായി ഒഡീഷയിലെ അപകടം മാറുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ രക്ഷാപ്രവർത്തനം പൂർത്തിയായിരിക്കുന്നു. മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് കൂടി ഇത് വഴിവെക്കുമെന്നാണ് തോന്നുന്നത്. റെയിൽവേ മന്ത്രിയുടെ രാജി മമതാ ബാനർജി ഇതിനോടകം ആവശ്യപ്പെട്ടിരിക്കുന്നു. സിഗ്നൽ സംവിധാനത്തിലെ പിഴവാണെങ്കിൽ രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ യാത്ര, പൊതുഗതാഗത സംവിധാനം എന്നതാണ് റെയിൽവേയെക്കുറിച്ച് പറയുന്നത്. അവിടെ ഇത്തരം ഒരു പാളിച്ച സംഭവിച്ചുവെങ്കിൽ അത് ആശങ്കപ്പെടുത്തുന്നതാണ്. അപ്പോൾ അതിലൊക്കെ കൃത്യമായ അന്വേഷണം വേണം, കൃത്യമായ മറുപടികൾ വേണം. രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് കൂടി ഇത് വഴിവെക്കും എന്ന സാഹചര്യമാണോ നമ്മൾക്ക് മനസ്സിലാകുന്നത്? രേണുക, രാഷ്ട്രീയമായി വലിയ വിമർശനം ഉയരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം ആഡംബര സൗകര്യമല്ല ഇന്ത്യയിലെ റെയിൽ യാത്രക്കാർ ആവശ്യപ്പെടുന്നത്, സുരക്ഷിതമായിട്ടുള്ള യാത്രയാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ പാർട്ടികൾ, പ്രതിപക്ഷ നേതാക്കൾ പ്രധാനമായും ഉന്നയിക്കുന്ന പ്രശ്നം. അതായത് വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനം കെങ്കേമമായി നടക്കുമ്പോൾ മറുവശത്ത് ഇത്രമാത്രം വലിയൊരു അപകടം, അത് ഈ കാലഘട്ടത്തിൽ 3 ട്രെയിനുകൾ ഒരേ സമയം കൂട്ടിയിടിച്ചുണ്ടാകുന്ന ഒരു അപകടം ഉണ്ടാകുക എന്നുള്ളത് കേട്ടുകേൾവി ഇല്ലാത്ത സാഹചര്യമാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു. പ്രത്യേകിച്ചും സാങ്കേതിക വിദ്യ ഇത്രയും ഉയർന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യ സ്വയമായി വികസിപ്പിച്ചെടുത്ത കവച് എന്ന ഒരു സാങ്കേതിക വിദ്യ നിലനിൽക്കെ തന്നെ ആ സാങ്കേതിക വിദ്യയെ എത്രത്തോളം ഉപയോഗിക്കാൻ കഴിഞ്ഞു, എത്രത്തോളം ഇൻസ്റ്റാൾ ചെയ്ത് ഓരോ റൂട്ടിൽ നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ള ചോദ്യങ്ങളെല്ലാം പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നു. റെയിൽവേ മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നു. അവിടെ കോൺഗ്രസും NCPയും CPI ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം തന്നെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ആശങ്ക അറിയിച്ചു ഈ ട്രെയിൻ അപകടത്തിൽ. അങ്ങനെ നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ നേരിടുകയാണ് ഈ സമയത്ത് അശ്വിനി വൈഷ്ണവ്. അതേസമയം റെയിൽവേ അപകടത്തിൽപ്പെട്ട കുടുംബങ്ങൾക്കുള്ള ഒരു ഒത്തൊരുമയും ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ രക്ഷാപ്രവർത്തനത്തിലും രാഷ്ട്രീയ പാർട്ടികൾ സന്നദ്ധരായിരുന്നു. BJPയുടെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകണമെന്ന് ദേശീയ നേതൃത്വം ആവശ്യപ്പെടുകയും അതേ തുടർന്ന് ഒരുപാട് പേർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഒരു മാതൃകയാക്കാവുന്ന, അനുകരിക്കാവുന്ന മാതൃക തന്നെയാണ് ഒഡീഷയിലെ പല ആശുപത്രികളിലും കണ്ടത്. നീണ്ട ക്യൂ കാണാമായിരുന്നു രക്തം നൽകുന്നതിന് വേണ്ടി. രക്തം നൽകാൻ വേണ്ടി കാത്തു നിൽക്കുന്ന യുവാക്കൾ, ഈ അപകടത്തിൽപ്പെട്ടവരുടെ ചികിത്സയ്ക്കുള്ള സഹായവുമായി എത്തിയ ഒരുപാട് പേരെ നമുക്ക് ഒഡീഷയിൽ കാണാൻ സാധിച്ചു. അങ്ങനെ വിമർശനങ്ങൾക്കൊപ്പം തന്നെ ഒരു അപകടത്തിന്റെ ദുരന്ത മുഖത്ത് ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു രാജ്യത്തെയും നമുക്ക് ഈ സമയം കാണാൻ കഴിഞ്ഞു. പക്ഷേ അപ്പോഴും അതൊരു പ്രതീക്ഷ തന്നെയാണ് തീർച്ചയായും. എൽദോ, ഈ അപകടത്തിൽപ്പെട്ട 2 ട്രെയിനുകളാണ്, യാത്രാ പാസഞ്ചർ ട്രെയിനുകളായ 2 ട്രെയിനുകൾ അപകടത്തിൽപ്പെട്ടു. ആ അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവർ, നിസാര പരിക്കോടെ രക്ഷപ്പെട്ടവർ പോലും ഈ രക്ഷാപ്രവർത്തനത്തിൽ ആദ്യ മണിക്കൂറുകളിൽ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അവരെ ഓർക്കാതെ നമുക്ക് അക്കാര്യങ്ങൾ വിശദീകരിക്കാനും കഴിയില്ല. എൽദോ, ഒരിടവേളയിലേക്ക് പോവുകയാണ്. പ്രധാനമന്ത്രിയുടെ വിസിറ്റ് ഉൾപ്പെടെയുള്ള പ്രധാന വാർത്തകൾ, വിവരങ്ങൾ അവിടെ നിന്ന് വരാനിരിക്കുന്നു. അപ്പോഴേക്ക് ഞാൻ തിരിച്ചെത്താം. ഇടവേളയ്ക്ക് ശേഷം ഈ വാർത്തയുടെ തന്നെ മറ്റ് റിപ്പോർട്ടുകളിലേക്ക് എത്താം. നേരെ ഈ ഗുഡ്സ് ട്രെയിനിലേക്ക് ഇടിക്കുന്നു. അതായത് ഒരു തെറ്റായ സിഗ്നലിംഗ് ലഭിക്കുന്നു. അതിനുശേഷം നേരെ കോറമാൻഡൽ ഗുഡ്സ് ട്രെയിനിൽ പോയി ഇടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഈ പാളം തെറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ബോഗികൾ ഇപ്പുറത്തെ ട്രാക്കിലേക്ക്, അല്ലെങ്കിൽ ഈ ഷാലിമാർ എക്സ്പ്രസ് ബംഗളൂരു ഹൗറ എക്സ്പ്രസ് പോയിരുന്ന, ബംഗളൂരു ഹൗറ സൂപ്പർ ഫാസ്റ്റ് പോയിരുന്ന ട്രാക്കിലേക്ക് വന്ന് പതിക്കുകയും അവിടെ മറ്റൊരു കൊളീഷൻ സംഭവിക്കുകയും ചെയ്യുന്നത്, ഒരു വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത്. ഇതിന് ഈ ഗ്രാഫിക്സിനോട് യോജിക്കും വിധത്തിലുള്ളതാണ് ആ സിഗ്നൽ ട്രാക്കറിൽ നിന്നും നമുക്ക് നേരത്തെ ലഭ്യമാക്കിയ ആ വിഷ്വൽസിലും പ്രകടമാക്കുന്ന ഒരു കാര്യം. ഈ 2 ട്രാക്കുകൾക്കിടയിലുള്ള ലൂപ്പ് ലൈനിൽ ഒരു റെഡ് തെളിയുന്നുണ്ടെങ്കിൽ അത് ഈ 2 ട്രെയിനുകൾ തമ്മിലൊരു കോൺടാക്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ കോറമാൻഡൽ എക്സ്പ്രസിന് ഒരു തെറ്റായ സിഗ്നൽ അവിടെ ലഭിച്ചത് ഈ അപകടത്തിന് കാരണമായി എന്നുള്ള സംശയമാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത്. കോറമാൻഡൽ എക്സ്പ്രസിന് ഒരു തെറ്റായ സിഗ്നൽ ലഭിക്കുകയും ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന ഈ ലൂപ്പ് ലൈനിൽ കിടക്കുന്ന ഗുഡ്സ്
ഗുഡ്സ് ട്രെയിൻ കിടക്കുന്ന ട്രാക്കിലേക്ക് ഒരു സിഗ്നൽ ലഭിക്കുകയും അങ്ങോട്ട് കയറാനുള്ള ഒരു ശ്രമത്തിനിടയിൽ ഈ പാളം തെറ്റി ബോഗികൾ അത് ഇപ്പുറത്തെ ട്രാക്കിലെ അല്ലെങ്കിൽ യശ്വന്ത്പൂർ ബംഗളൂരു ഹൗറ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് പോകുന്ന ട്രാക്കിലേക്ക് ബോഗികളിൽ ചിലത് വന്ന് പതിക്കുകയും അങ്ങനെ ഒരു വലിയ കൊളീഷൻ സംഭവിക്കുകയും ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും ഗ്രാഫിക്സിൽ നിന്നും ഒപ്പം സിഗ്നൽ ട്രാക്കറിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ട് ട്രെയിനുകളും സൈമിൾട്ടേനിയസ്ലി ഏറെക്കുറെ ഒപ്പത്തിനൊപ്പമുള്ള സമയത്താണ് രണ്ട് ട്രാക്കുകളിലൂടെ നീങ്ങിക്കൊണ്ടിരുന്നത്. സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ പരസ്പരം അഡ്ജസൻ്റായി പാരലായി തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു രണ്ട് ട്രെയിനുകളും. ഈ സമയത്തുണ്ടായ ഒരു തെറ്റായ സിഗ്നലിംഗ് ഈ കൂടുതൽ ആൾക്കാരെ തിരിച്ചെത്തിക്കുന്നതിനായി പ്രത്യേക ട്രെയിനുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് എന്ന് നമ്മളോട് നേരത്തെ രാവിലെ തന്നെ പലരും പ്രതികരിക്കുകയുണ്ടായി. അപ്പോൾ അതൊരു വലിയ വിഷയമായിട്ട് അവിടെ നിൽക്കുന്നു. ആ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ, അപകടത്തിൽപ്പെട്ടവരുടെ ആരോഗ്യനില സംബന്ധിച്ച് കൂടുതൽ വൈദ്യ സഹായം എത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ, അങ്ങനെ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം, അധികൃതരെ സംബന്ധിച്ചിടത്തോളം മുന്നിലുള്ള വെല്ലുവിളികൾ പലതാണ്. അത് ഏതെല്ലാം രീതിയിൽ സജ്ജീകരിക്കാനുള്ള നീക്കങ്ങളാണ് ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അപർണ, ഈ രക്ഷപ്പെടുത്തിയവരുടെ ആരോഗ്യ നിലയിൽ എത്ര പേർ ഗുരുതരാവസ്ഥയിലുണ്ട് എന്നുള്ളതിൽ ഒരു ഔദ്യോഗിക വിശദീകരണം ലഭ്യമായിട്ടില്ല. അത് ഉടൻ തന്നെ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. എന്നാലും ഈ കൂടുതൽ സൈന്യത്തിൻ്റെയും വ്യോമസേനയുടെയും ഒക്കെ ഉപയോഗം, അവരുടെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ MI-17 ഹെലികോപ്റ്ററുകൾ ഈ കാഷ്വാലിറ്റീസിന് ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാനും അല്ലെങ്കിൽ കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്ക് അയക്കാനുമൊക്കെ. വാർത്തകൾ തുടരുന്നു. സ്ലീപ്പർ ജനറൽ കോച്ചുകളിലാണ് മരണമേറെയുമെന്ന് അപകടത്തിൽപ്പെട്ട കോറമണ്ഡൽ എക്സ്പ്രസ് ട്രെയിനിലെ യാത്രക്കാരനായ ഷംസുദ്ദീൻ. ട്രെയിനിൽ തമിഴ്നാട്ടിലേക്കും കേരളത്തിലേക്കുമുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ ധാരാളം ഉണ്ടായിരുന്നു. അപകടം നടന്നത് ഒറ്റപ്പെട്ട മേഖലയിലായതുകൊണ്ട് ജനങ്ങൾ എത്തിപ്പെടാൻ വൈകി. വെളിച്ചക്കുറവ് രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചതായും ഷംസുദ്ദീൻ പറഞ്ഞു. ഒഡീഷയിലെ ജലോസറിനടുത്തുള്ള ബഹങ്ക എന്ന് പറഞ്ഞ ചെറിയൊരു സ്റ്റേഷന്റെ സമീപമാണ്. അവിടെ ഈ ട്രെയിനിന് സ്റ്റോപ്പൊന്നുമില്ല. അപ്പൊ അവിടെ ഏകദേശം ഒരു 6:30 കഴിഞ്ഞ് കാണും. കുറച്ച് ഇരുട്ട് വരുന്ന സമയമാണ്. ഒരു റിമോട്ട് വില്ലേജ് ആണ്. അവിടെ എത്തുമ്പോൾ ഈ കോറമാണ്ടലാണ് ആദ്യം ഡീറെയിലായത്. ഇത് പോയി ഒരു ഡീറെയിലായി ഒരു ഗൂഡ്സിനടിച്ചു. ഓൾമോസ്റ്റ് എല്ലാ ബോഗികളും കീഴ്മേൽ മറിഞ്ഞു. പാൻട്രി കാർ കത്തി. എല്ലാ ബോഗികളും പരസ്പരം ബന്ധം വിട്ടതുകൊണ്ട് തീ പടർന്നില്ല. അന്യസംസ്ഥാന തൊഴിലാളികൾ ധാരാളം ഉണ്ടായിരുന്നു ഈ വണ്ടിയിൽ. അവർ ചെന്നൈയിലേക്കും കേരളത്തിലൊക്കെ വരുന്നത്. അവര് ഈ ബാക്കിലായിരുന്നു, ഈ സ്ലീപ്പറിലും ജനറലും. അവിടെയാണ് കൂടുതൽ മരണങ്ങൾ ഉണ്ടായത്. ചില AC കോച്ചിലും മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പുറത്ത് വന്നപ്പോ ആളുകൾ ഇങ്ങനെ ബഹളവും കരച്ചിലും ഒരു ഇരുട്ടും ഒരു വല്ലാത്ത ഭീകരമായ അവസ്ഥയായിരുന്നു. എല്ലാ വണ്ടികളും പരസ്പരം വേർവിട്ട് കിടക്കുന്നു. നേരോ റോഡാണ്. ഈ റോഡിന്റെ മേലെ ട്രെയിനിന്റെ ഒരു കോച്ച് വീണുപോയി. അപ്പൊ അതുകൊണ്ട് വണ്ടി വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ റെസ്ക്യൂ ഓപ്പറേഷൻ നാട്ടുകാരും ട്രെയിനിലെ തൊഴിലാളികളും ചേർന്നാണ് ചെയ്തത്. ഇത് വണ്ടി വിട്ട ഉടനെ ആയതുകൊണ്ട് എല്ലാവരും ഇരിക്കുന്ന പൊസിഷനിലായിരുന്നു. ഒരു 6:30 സമയമല്ലേ. കിടക്കുകയും മറ്റുമൊക്കെ ആണ്. അപ്പർ ബർത്തിലൊക്കെ ആണെങ്കിൽ ആള് തെറിച്ചു വീണും ധാരാളം പരിക്കുകൾ പറ്റുമായിരുന്നു. അപ്പൊ ഇരുന്നത് കൊണ്ടാണ് ഞങ്ങളൊക്കെ മുറുക്കെ പിടിച്ചിരുന്നത്. അതുകൊണ്ട് തെറിച്ചു വീണില്ല. ആദ്യ അപകടം പറ്റിയത് കോറമാണ്ടലാണ്. കോറമാണ്ടൽ അപകടം പറ്റി ഗൂഡ്സിൽ ചെന്ന് ഇടിച്ച് എല്ലാ പാളത്തിന്റെ മുകളിലേക്കും ഇതിന്റെ കോച്ചുകൾ ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് പോയി വീണു. അപ്പൊ ആ വീണ് കിടക്കുന്ന ഇതിന്റെ കോച്ചിന്റെ മേലേക്കാണ് ഈ മറ്റ് വന്ന ബാംഗ്ലൂർ ഹൗറ ട്രെയിൻ വന്ന് ഇടിച്ചത്. കേരളത്തിന്റെ മനസ്സും പിന്തുണയും ഒഡീഷയ്ക്കൊപ്പം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി. രാജ്യത്തെ ആകെ നടുക്കിയ ദുരന്തമാണ് ഒഡീഷയിൽ സംഭവിച്ചത്. മരണപ്പെട്ടവരുടെ ബന്ധുമിത്രാദികളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ട്രെയിൻ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച തമിഴ്നാട് സർക്കാർ. പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപ നൽകും. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഒഡീഷ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി. ഒഡീഷയിലെത്തി കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ ഉദയനിധി സ്റ്റാലിന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും സംഘം പുറപ്പെട്ടു.
അപകടസ്ഥലം പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സന്ദർശിച്ചു. മമതയുടെ പ്രതികരണത്തിലേക്ക്. हम चाहते हैं आप लोग कोऑपरेशन बहुत किया है और कोऑपरेशन करें, और जो मर गया है हमको तो कहने का कोई बात नहीं है, इसमें जरूर कुछ है। अच्छा से इंक्वायरी करके इतना लोगों को जिंदगी जैसे चला गया, मैंने तो सुना कि इसमें 500 भी हो सकता है। 3 डिब्बा अभी तक नहीं रेस्क्यू हुआ है। सारा कंप्लीट हो गया दीदी। आप कंप्लीट होने के बाद कितना हुआ? 238 कल था, उसका बाद आज का जो ऑफिशियल आप कहते हैं स्टेट गवर्नमेंट का जो डेटा है वो 238 है। 238 हमारा काल से है, काल से हमारा पास 238 है। लेकिन मेरे को जानकारी में ये भी है 3 डिब्बा में अभी तक हम पहुंच नहीं सका। निकाल चुके हैं। वो जो है आप कर लीजिए। देखिए तो जो बात बाकी है वो हम लोग मिलकर कर लेंगे, इसमें कोई बात नहीं है। അപകടസ്ഥലം സന്ദർശിച്ച കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ പ്രതികരണത്തിലേക്ക്. उन सारे मृतकों के प्रति हम संवेदना जताते हैं। रेल विभाग की ओर से 10 लाख रुपया की राशि की अनुदान घोषणा किया गया है मृतकों के लिए। अभी अभी खबर आ रही है मीडिया में, प्रधानमंत्री रिलीफ फंड से भी कुछ सहायता मिली है। स्वयं प्रधानमंत्री यहां अभी आएंगे, थोड़ी देर में यहां आएंगे, घटनास्थल को परिदर्शन करेंगे, फिर जाके कटक में जहां ज्यादा पैसेंजर चिकित्सा हो रहे हैं उनको भी देखेंगे। अभी आप सभी को मेरा अनुरोध है कि रेलवे को रिस्टोरेशन काम पे मदद करे। देखो अभी जो उड़ीसा सरकार की जो मैंने अभी चीफ सेक्रेटरी के बयान देखा वो शायद 233 कहा था, फिर किसी ने भी कहा कि नहीं 260 तक पहुंचा है, या फिर उसके थोड़ा और भी आगे जा सकता है। लेकिन देखिए अभी भी बहुत सारे रिस्टोरेशन काम चल रहा है, उसमें आगे देखिए हम तो चाहेंगे भगवान लगभग अभी तक कितने लोग नहीं, देखिए अभी इसको पूरा काम होने दीजिए थोड़ा। ഒഡീഷ ട്രെയിൻ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജിവെക്കണമെന്ന് തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. മനസാക്ഷി അവശേഷിക്കുന്നുണ്ടെങ്കിൽ റെയിൽവേ മന്ത്രി രാജിവെക്കണമെന്നാണ് തൃണമൂൽ ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി ആവശ്യപ്പെട്ടത്. പ്രതിപക്ഷ നേതാക്കളെ നിരീക്ഷിക്കാനുള്ള സോഫ്റ്റ്വെയറിനായി കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്രം ചെലവഴിക്കുന്നത്. എന്നാൽ ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി പ്രതിരോധിക്കാനുള്ള സംവിധാനം സ്ഥാപിക്കുന്നതിൽ അവഗണന തുടരുകയാണെന്നും അഭിഷേക് ബാനർജി കുറ്റപ്പെടുത്തി. എൽദോ പോൾ പുതുശ്ശേരി വീണ്ടും നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. എൽദോ, പ്രധാനമന്ത്രി അല്പസമയത്തിനകം അവിടെ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യം ഈ അപകടം നടന്ന സ്പോട്ടിലേക്കാണോ പ്രധാനമന്ത്രി എത്തുന്നത്? രക്ഷാപ്രവർത്തനം പൂർത്തിയായതിനു ശേഷമാണ് പ്രധാനമന്ത്രി എത്തുന്നത്. എന്തൊക്കെയാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ? രേണു, അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ഒഡീഷയിൽ എത്തിച്ചേരുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രധാനമന്ത്രി നേരത്തെ തന്നെ ഡൽഹിയിൽ നിന്നും തിരിച്ചിരുന്നു ഒഡീഷയിലേക്ക്. ഒഡീഷയിൽ എത്തിച്ചേരും അല്പസമയത്തിനകം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആദ്യം അപകടസ്ഥലം സന്ദർശിക്കും, അതിനുശേഷം ഈ കട്ടക്കിലെ ആശുപത്രിയിലേക്ക് പ്രധാനമന്ത്രി എത്തുകയും ചെയ്യും. ഇനി ഈ അപകടം സംബന്ധിച്ചുള്ള കൂടുതൽ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് പ്രതിപക്ഷത്തു നിന്ന്. നമ്മൾ തൊട്ടുമുമ്പ് രേണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തൃണമൂൽ കോൺഗ്രസ് മാത്രമല്ല NCP, ഒരുപാട് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ, CPI ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ രാജി ആവശ്യപ്പെടുന്നുണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിൻ്റേത്. ഈ അശ്വിനി വൈഷ്ണവ് വലിയ പ്രശംസയോടുകൂടി അവതരിപ്പിച്ച പദ്ധതിയാണ് കവച്. എന്നാൽ ഈ കവച് പോലുള്ളൊരു പദ്ധതി എന്തുകൊണ്ട് നടപ്പിലാക്കാൻ ഇത്ര കാലതാമസം വന്നു എന്നുള്ള വിമർശനം വരുന്നു. അതേസമയത്ത് തന്നെ ഈ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്ന മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള റിപ്പോർട്ട് എന്തെന്നാൽ 1.5 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ അത് നികത്താതെ കിടക്കുന്നുണ്ട്. അത് റെയിൽവേ സുരക്ഷ ഉദ്യോഗസ്ഥർ സംബന്ധിച്ചാണ്. ഈ റെയിൽവേ സുരക്ഷയിൽ 1.5 ലക്ഷത്തോളം ആളുകളുടെ ആ നിയമനം പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഇത്രമാത്രം വലിയൊരു അപകടം സംഭവിച്ചത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ സംഭവം ചർച്ച ചെയ്യുമ്പോൾ. ഇനി ഇപ്പോൾ നിലവിൽ ആ ട്രാക്കിൽ നടക്കുന്നത് രക്ഷാദൗത്യത്തിന്റെ അവസാന ഘട്ടമാണ്. അതായത് ആളുകളെ പൂർണ്ണമായും രക്ഷപ്പെടുത്തി, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം പൂർത്തിയായി. ഇപ്പോൾ ബോഗികൾ അവിടെ നിന്ന് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ ക്രെയിനുകൾ നിരവധിയായി എത്തിച്ചിട്ടുണ്ട്, ഒപ്പം തന്നെ വലിയ ബുൾഡോസറുകൾ എത്തിച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ച് തന്നെ ഈ തകർന്നു കിടക്കുന്ന ബോഗികൾ മാറ്റുകയാണ് ട്രാക്കിൽ നിന്ന്.
പുനഃസ്ഥാപിക്കാൻ എപ്പോഴത്തേക്ക് ഗതാഗതം എന്നുള്ളത് ഇനിയും അവ്യക്തമായി തന്നെ തുടരുന്നു. ഇനി ഇതിനിടെ ചെന്നൈയിലേക്കുള്ള സ്പെഷ്യൽ ട്രെയിൻ തൊട്ടു മുമ്പ് പുറപ്പെട്ടു. ഈ സമീപ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നാളെ രാവിലെ 9 മണിയോടുകൂടി ഈ ട്രെയിൻ ചെന്നൈയിൽ എത്തിച്ചേരുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. രാവിലെ 9 മണിക്ക് എത്തുന്ന ഈ ട്രെയിൻ നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കൊറോമണ്ടൽ എക്സ്പ്രസിന്റെ എല്ലാ സ്റ്റോപ്പുകളിലും നിർത്തി തന്നെ ആ കുടുങ്ങിക്കിടന്ന യാത്രക്കാരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് സ്പെഷ്യൽ ട്രെയിൻ ഏർപ്പാടാക്കിയത്. ഏതാണ്ട് 250 പേർ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് റെയിൽവേ നൽകുന്ന വിവരം. ഒപ്പം തന്നെ ബംഗാളിലേക്കും ഒരു സ്പെഷ്യൽ ട്രെയിൻ ഏർപ്പാടാക്കിയിരുന്നു റെയിൽവേ. ബംഗാളിലേക്കുള്ള ട്രെയിനും ബംഗാളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ അപകടത്തിൽപ്പെട്ടവർ ബംഗാളിൽ എത്തിയ ശേഷമുള്ള പ്രതികരണങ്ങളെല്ലാം നമുക്ക് ലഭ്യമായിരുന്നു. ഈ അപകടം നടന്നതിന് പിന്നാലെ ലോകരാജ്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധിയായി ഈ അനുഭാവപൂർവ്വം ഇന്ത്യയോട് പ്രതികരിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ജാപ്പനീസ് പ്രധാനമന്ത്രിയും ഈ അനുശോചനവും ദുഃഖവും ലോകരാഷ്ട്രങ്ങൾ പോലും ആ രീതിയിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഒരു ടീമിനെ തന്നെ അങ്ങോട്ടേക്ക് അയക്കുന്നു. കർണാടകയിൽ നിന്ന് ഉള്ള യാത്രക്കാർ, അപകടത്തിൽപ്പെട്ടവർ, അവരുടെ സേഫ്റ്റി ഉറപ്പാക്കുക, അവർക്ക് മറ്റ് സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഒരുക്കുക എന്നതാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നതാണ്. നമുക്ക് ഇതിന്റെ തന്നെ വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. സൈന്യം ഇവിടെ വളരെ കൃത്യമായി ഇടപെട്ട പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുണ്ട്. അങ്ങനെ എല്ലാവിധ സജ്ജീകരണങ്ങളും എല്ലാവിധ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആശുപത്രികളിൽ ഏതാണ്ട് 900-ലധികം ആളുകൾ ആശുപത്രികളിൽ സമീപിച്ചിരുന്നു. ഇതിൽ 500-ലേറെ ആളുകളെയാണ് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. 288 പേർ മരിച്ചു, 1000-ലേറെ പേർക്ക് പരിക്കേറ്റു. ഇതിൽ 500-ലേറെ പേരെ ആശുപത്രികളിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം ലഭ്യമാകുന്നു. സമീപ ജില്ലകളിലേക്ക്, സമീപ നഗരങ്ങളിലേക്ക് കൂടി ഉള്ള ആശുപത്രികളിലേക്ക് കൂടി ഈ പരിക്കേറ്റവരെ എത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കട്ടക്കിലേക്കും ഭുവനേശ്വറിലേക്കും ഒക്കെ കൂടുതൽ പേരെ എത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കട്ടക്കിലാണ് കൂടുതൽ പേരെയും എത്തിച്ചിട്ടുള്ളത്. വിദഗ്ധ ചികിത്സ കൂടുതൽ ലഭ്യമാക്കുന്നതും കട്ടക്കിലാണ്. എന്താണെങ്കിലും ഈ കട്ടക്കിലെ വിദഗ്ധ ചികിത്സയ്ക്കായി അവിടെയും കൂടുതൽ ഡോക്ടേഴ്സിന്റെ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഗ്രാഫിക്സ് അത് ശ്രദ്ധേയമാണ്. 2 ട്രെയിനുകൾ 2 ട്രാക്കിലൂടെ വരുന്നു. നേരത്തെ സജിത് സൂചിപ്പിച്ചതുപോലെ ലൂപ്പ് ലൈൻ റെഡ് ആകുന്ന തരത്തിൽ പരസ്പരം അസ്വാഭാവികമായിട്ടുള്ളൊരു കോൺടാക്ട് അവിടെ സംഭവിച്ചു എന്നുള്ളതാണ് ശ്രദ്ധേയമാകുന്നത്. ഒരു ഭാഗത്ത് ഇപ്പോൾ കാണുന്ന ഗുഡ്സ് ട്രെയിൻ പാർക്ക് ചെയ്തിരിക്കുന്ന ആ ലൂപ്പ് ട്രാക്കിലേക്ക് കോറമൻഡൽ എക്സ്പ്രസ്സിന് പ്രവേശിക്കാനുള്ള ഒരു സിഗ്നൽ എങ്ങനെ പോയി എന്നുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട്, ഒരു അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. മെയിൻ ലൈൻ നമുക്ക് കാണാം, ഒപ്പം ലൂപ്പ് ലൈനിലാണ് ഇപ്പോൾ ഈ ഗുഡ്സ് ട്രെയിനിൻ്റെ ബോഗികൾ പാർക്ക് ചെയ്തേ കാണുന്നത്. മെയിൻ ലൈൻ നടുവിലുള്ള 2 ലൈനുകൾ, അതിൽ ഒന്ന് കോറമൻഡൽ എക്സ്പ്രസ്, ഇപ്പോൾ ഗ്രാഫിക്സിൽ കാണുന്ന കോറമൻഡൽ എക്സ്പ്രസിൻ്റെ ഒരു കോണ്ടാക്ട് അവിടെ സംഭവിക്കുന്നു. കോറമൻഡൽ എക്സ്പ്രസിൻ്റെ അവിടെ ഒരു കോണ്ടാക്ട് ഉണ്ടാകുന്നു. അതേ തുടർന്ന് കോറമൻഡൽ എക്സ്പ്രസിൻ്റെ ബോഗികൾ ഗുഡ്സ് ട്രെയിനിലേക്ക് കയറുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ പോയിന്റിലാണ് ആ അപകടം പ്രധാനമായും സംഭവിക്കുന്നത്. എങ്ങനെയാണ് ആ സിഗ്നലിംഗിൽ അങ്ങനെ ഒരു പാളിച്ച സംഭവിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സിഗ്നലിംഗിൽ എത്തരമൊരു പാളിച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഏവരും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. സിഗ്നലിംഗിൽ കോറമൻഡൽ എക്സ്പ്രസിന് ഒരു തെറ്റായ സന്ദേശം ലഭിച്ചു എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണ വിവരം എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിനുശേഷം കോറമൻഡൽ എക്സ്പ്രസ് നേരെ ഈ ഗുഡ്സ് ട്രെയിനിലേക്ക് ഇടിക്കുന്നു. അതായത് ഒരു തെറ്റായ സിഗ്നലിംഗ് ലഭിക്കുന്നു. അതിനുശേഷം നേരെ കോറമൻഡൽ ഗുഡ്സ് ട്രെയിനിൽ പോയി ഇടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഈ പാളം തെറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ബോഗികൾ ഇപ്പുറത്തെ ട്രാക്കിലേക്ക്, അല്ലെങ്കിൽ ഈ ഷാലിമാർ എക്സ്പ്രസ് ബംഗളൂരു ഹൗറ എക്സ്പ്രസ് പോയിരുന്ന, ബംഗളൂരു ഹൗറ സൂപ്പർ ഫാസ്റ്റ് പോയിരുന്ന ട്രാക്കിലേക്ക് വന്ന് പതിക്കുകയും അവിടെ മറ്റൊരു കൊളീഷൻ സംഭവിക്കുകയും ചെയ്യുന്നത്, ഒരു വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത്. ഇതിന് ഈ ഗ്രാഫിക്സിനോട് യോജിക്കും വിധത്തിലുള്ളതാണ് ആ സിഗ്നൽ ട്രാക്കറിൽ നിന്നും നമുക്ക് നേരത്തെ ലഭ്യമാക്കിയ ആ വിഷ്വൽസിലും പ്രകടമാക്കുന്ന ഒരു കാര്യം. ഈ 2 ട്രാക്കുകൾക്കിടയിലുള്ള ലൂപ്പ് ലൈനിൽ ഒരു റെഡ് തെളിയുന്നുണ്ടെങ്കിൽ അത് ഈ 2 ട്രെയിനുകൾ തമ്മിലൊരു കോണ്ടാക്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ കോറമൻഡൽ എക്സ്പ്രസിന് ഒരു തെറ്റായ സിഗ്നൽ അവിടെ ലഭിച്ചത് ഈ അപകടത്തിന് കാരണമായി എന്നുള്ള സംശയമാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത്. കോറമൻഡൽ എക്സ്പ്രസിന് ഒരു തെറ്റായ സിഗ്നൽ ലഭിക്കുകയും ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന ഈ ലൂപ്പ് ലൈനിൽ കിടക്കുന്ന ഗുഡ്സ് ട്രെയിൻ കിടക്കുന്ന ട്രാക്കിലേക്ക് ഒരു സിഗ്നൽ ലഭിക്കുകയും അങ്ങോട്ട് കയറാനുള്ള ഒരു ശ്രമത്തിനിടയിൽ ഈ പാളം തെറ്റി ബോഗികൾ അത്
ഇപ്പുറത്തെ ട്രാക്കിലെ അല്ലെങ്കിൽ ബംഗളൂരു യശ്വന്ത്പൂർ ബംഗളൂരു ഹൗറ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് പോകുന്ന ട്രാക്കിലേക്ക് ബോഗികളിൽ ചിലത് വന്ന് പതിക്കുകയും അങ്ങനെ ഒരു വലിയ കൊളീഷൻ സംഭവിക്കുകയും ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും ഗ്രാഫിക്സിൽ നിന്നും ഒപ്പം സിഗ്നൽ ട്രാക്കറിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ട് ട്രെയിനുകളും സൈമിൾട്ടേനിയസ്ലി ഏറെക്കുറെ ഒപ്പത്തിനൊപ്പമുള്ള സമയം. വീണ്ടും വാർത്തകളിലേക്ക്. അപകട കാരണം സിഗ്നൽ നൽകിയതിലെ അപാകതയെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. തെറ്റായ സിഗ്നൽ നൽകിയതിനെ തുടർന്നാണ് കോറമണ്ഡൽ എക്സ്പ്രസ് ലൂപ്പ് ലൈനിൽ പ്രവേശിച്ചത്. നിർത്തിയിട്ടിരുന്ന ഗുഡ്സ് ട്രെയിനിൽ ഇടിച്ചതിനു ശേഷം ആദ്യം പാളം തെറ്റിയത് കോറമണ്ഡൽ എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാകുന്നു. ടി ജി സജിത്തുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സജിത്ത്, റെയിൽവേ സ്റ്റേഷനിലെ ലൈവ് ഡേറ്റ ലോഗറിൽ നിന്ന് തന്നെ നേരത്തെ അത് വിശദീകരിച്ചുകൊണ്ട് സജിത്ത് നൽകിയ ലൈവിൽ സൂചിപ്പിച്ചിരുന്ന കാര്യം തന്നെയാണ് ഇത്. പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ അത് തന്നെ വ്യക്തമാകുന്നു. എന്താണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ? രേണുക, ഈ അപകടം നടന്ന് രാജ്യത്തെ നടുക്കിയ അപകടം നടന്ന് മണിക്കൂറുകൾ പിന്നിട്ട് ഒരു ദിവസം പിന്നീടാറാവുന്നു. എങ്കിൽ ഇതിനിടയിൽ പോലും എങ്ങനെ ഈ അപകടം നടന്നു എന്നതിൻ്റെ കൃത്യമായ ഒരു വിവരത്തിലേക്ക് എത്താൻ, ഒരു വിശദീകരണത്തിലെത്താൻ അന്വേഷണ ഏജൻസികൾക്കോ സർക്കാരുകൾക്കോ മാധ്യമങ്ങൾക്കോ ഒന്നും കഴിയുന്നില്ല എന്നതാണ് സാഹചര്യം. പക്ഷേ നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ചില വിലയിരുത്തലിലേക്ക് എത്താൻ നമുക്ക് കഴിയുന്നുണ്ട്. ഇവിടെയാണ് സിഗ്നൽ പിഴവെന്ന വലിയൊരു പ്രശ്നത്തിലേക്ക് എത്തുന്നത്. അതായത് ഒഡീഷ ദുരന്തത്തിന് ഇടവച്ചത് സിഗ്നൽ പിഴവ് തന്നെയാണ്. പക്ഷേ ആ സിഗ്നൽ പിഴവ് സിഗ്നൽ നൽകിയതിലുള്ള പിഴവാണോ അല്ലെങ്കിൽ ആ നിർദ്ദേശം പാലിക്കുന്നതിൽ പറ്റിയ പിഴവാണോ എന്നതിൽ വ്യക്തത കൈവന്നിട്ടില്ല എന്നതാണ് ചുരുക്കം. ഇതിൽ വ്യക്തത വരണമെങ്കിൽ അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് വരണം. റെയിൽവേയുടെ ഉന്നതതല അന്വേഷണം നടക്കേണ്ടതുണ്ട്, അത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനിടയിൽ ഇക്കാര്യത്തിലൊരു വ്യക്തമായ നിലപാടിലേക്ക് എത്താൻ ആർക്കും കഴിയുന്നില്ല എന്നതാണ് സാഹചര്യം. എങ്ങനെയാണ് ഈ അപകടത്തിൽ 3 ട്രെയിനുകൾ ഉൾപ്പെട്ടത്, ഇത്ര വലിയൊരു വ്യാപ്തി അപകടത്തിനുണ്ടായത് എങ്ങനെ തുടങ്ങിയ ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്നത് റെയിൽവേയുടെ സിഗ്നൽ ഡേറ്റ ലോഗറാണ്. അതായത് ഈ അപകടം സംഭവിച്ചപ്പോൾ തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയ സിഗ്നൽ സംവിധാനത്തിൻ്റെ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനാണ് ഈ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൻ പ്രകാരം വ്യക്തമാണ് 4 ട്രാക്കുകളാണ് ഉള്ളത്. 4 ട്രാക്കുകളിൽ 2 ട്രാക്കുകൾ ലൂപ്പ് ട്രാക്കുകളാണ്. അതായത് ട്രെയിനുകൾക്ക് പാർക്ക് ചെയ്യാൻ, അവരെ മാറ്റിയിടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനമാണ് ലൂപ്പ് ട്രാക്കുകൾ. ഈ ലൂപ്പ് ട്രാക്കിൽ പാർക്ക് ചെയ്തിരുന്ന ഗുഡ്സ് ട്രെയിനിലേക്ക് മെയിൻ ട്രാക്കിലൂടെ കടന്നു വന്ന കൊറോമാൻഡൽ എക്സ്പ്രസ് കൂട്ടിയിടിച്ചതാണ് അപകട കാരണമായത്. എങ്ങനെയാണ് ഈ ലൂപ്പ് ട്രാക്കിലൂടെ കൊറോമാൻഡൽ എക്സ്പ്രസ് കടന്നുപോയത് എന്ന ചോദ്യമാണ് ഉണ്ടായത്. ഇത്തരമൊരു സിഗ്നൽ സംവിധാനം എങ്ങനെയുണ്ടായി? കാരണം ഈ സിഗ്നൽ സംവിധാനത്തിനൊപ്പം തന്നെ മാനുവലി ഘടിപ്പിക്കേണ്ട, അതായത് റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററുടെ സിഗ്നൽ സംവിധാനം അനുസരിച്ച് ഇരു റെയിൽ പാളങ്ങളും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇൻ്റർലിങ്കിങ് പ്ലാറ്റ്ഫോമുണ്ട്, സംവിധാനമുണ്ട്. ഈ സംവിധാനം പ്രകാരമാണ് ട്രെയിനുകൾ ട്രാക്കിലേക്ക് മാറുന്നതും തിരിഞ്ഞു പോവുകയും ചെയ്യുന്നത്. ഇത്തരമൊരു സിഗ്നൽ സംവിധാനത്തിലൂടെ എങ്ങനെയാണ് ഈ ട്രെയിൻ കടന്നുപോയത് എന്നതാണ് ചോദ്യം. ഈ നിർദ്ദേശം പാലിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നം ലോക്കോ പൈലറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ, അതല്ല സിഗ്നൽ നൽകുന്നതിലുള്ള പിഴവാണോ? നിലവിൽ ലഭിക്കുന്ന സൂചന സിഗ്നൽ നൽകുന്നതിലുള്ള പിഴവാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. എന്തായാലും ഈ ഇടി ഉണ്ടായത് ഇങ്ങനെയാണ്. കൊറോമാൻഡൽ എക്സ്പ്രസ് കടന്നു വരുന്നു. അത് ഈ ലൂപ്പ് ട്രാക്കിൽ പാർക്ക് ചെയ്തിരുന്ന ഗുഡ്സ് ട്രെയിനുമായി കൂട്ടിയിടിക്കുന്നു. കൂട്ടിയിടിയുടെ ആഘാതത്തിൽ കൊറോമാൻഡൽ എക്സ്പ്രസിൻ്റെ പിൻഭാഗത്തുള്ള ബോഗികളിൽ നല്ലൊരു ശതമാനവും തൊട്ടടുത്ത ട്രാക്കിലേക്ക് തെറിച്ചു വീഴുന്നു. ഈ തെറിച്ചു വീഴുന്ന ട്രാക്കിലൂടെ കടന്നു പോവുകയായിരുന്ന ഹൗറ എക്സ്പ്രസും ഈ ബോഗികളും തമ്മിൽ കൂട്ടിയിടിക്കുന്നു. അങ്ങനെയാണ് വലിയ തരത്തിലുള്ള ഒരു ആഘാതത്തിലേക്ക് ഈ കൂട്ടിയിടി മാറുന്നത്. അതായത് കൊറോമാൻഡൽ എക്സ്പ്രസിൻ്റെ ബോഗികളും ഒപ്പം തന്നെ ഈ ഹൗറ എക്സ്പ്രസിൻ്റെ ബോഗികളിലും ഉണ്ടായിരുന്ന യാത്രക്കാർക്ക് എല്ലാവർക്കും പരിക്കേൽക്കുക, മരണപ്പെടുക പോലെയുള്ള വലിയ ഗുരുതരമായൊരു സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണ്. എന്തായാലും ഈ അപകടം എങ്ങനെയുണ്ടായി എന്നത് സംബന്ധിച്ച വലിയ കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന വിഷയമായി ഇത് മാറുകയാണ്. കാരണം അന്വേഷണത്തിൽ നിരവധി കാര്യങ്ങൾ വ്യക്തമാവേണ്ടതുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കപ്പെടുന്നു എന്ന് അവകാശപ്പെടുന്ന ഇന്ത്യൻ റെയിൽവേക്ക് ഇത്തരമൊരു സിഗ്നൽ പിഴവ് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന ചോദ്യത്തിന് തീർച്ചയായും റെയിൽവേ ഉത്തരം പറയേണ്ടി വരും.
തീർച്ചയായും നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണെങ്കിലും ഏതാണ്ട് ഇത്രയും മണിക്കൂറുകൾ പിന്നിടുമ്പോൾ എങ്ങനെ ഈ അപകടം സംഭവിച്ചു എന്നതിൻ്റെ വിവരങ്ങളാണ് ഈ ലൈവ് ലോഗറിലൂടെ നമുക്ക് ഇപ്പോൾ സജിത്ത് വിശദീകരിച്ചു തന്നത്. എങ്കിൽ പോലും പല ചോദ്യങ്ങളും ഇപ്പോഴും ഉയർന്നു തന്നെ നിൽക്കുന്നു. ഒരുപക്ഷെ ഈ ഉന്നതതല അന്വേഷണം അതിനൊടുവിൽ മാത്രമായിരിക്കും അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തുവരിക. ഇന്നലെ രാത്രി ബലേശ്വറിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. അതിന്റെ പ്രത്യേക റിപ്പോർട്ട് കാണാം. നേരത്തെ സജിത്ത് വിശദീകരിച്ച കാര്യങ്ങൾ അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്താണ് ഇന്നലെ അവിടെ സംഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ബാലേശ്വരത്തുണ്ടായത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടാകാത്ത വിധമുള്ള ട്രെയിൻ അപകടമാണ്. ബീഹാറിലെ ബാഗ്മതി നദിയിലേക്ക് ട്രെയിൻ മറിഞ്ഞുണ്ടായതാണ് രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ ദുരന്തം. കേരളത്തിൽ പെരുമണിലും കടലുണ്ടിയിലുമുണ്ടായ അപകടങ്ങളും നമ്മളെ എക്കാലത്തേക്കും നൊമ്പരപ്പെടുത്തുന്നതാണ്. ട്രെയിൻ അപകടങ്ങളുടെ ചരിത്രം വിശദമാക്കുന്ന ടി.ആർ. രഞ്ജിനിയുടെ റിപ്പോർട്ടിലേക്ക്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നിരവധി ട്രെയിൻ അപകടങ്ങൾ, വലുതും ചെറുതുമായ നിരവധി ട്രെയിൻ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു അപകടമായി ഒഡീഷയിലെ അപകടം മാറുകയാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചില ട്രെയിൻ അപകടങ്ങളുടെ ചരിത്രം നമുക്ക് പരിശോധിക്കാം. വീഡിയോ വാളിൽ അതിനുള്ള രേഖകളുണ്ട്, നമുക്ക് നോക്കാം. ഏറ്റവും വലിയ ദുരന്തം രാജ്യത്തുണ്ടായത് 1981 ജൂൺ 6 ബീഹാറിൽ വെച്ചാണ് ഏറ്റവും വലിയ ട്രെയിൻ ദുരന്തം ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. ബാഗ്മതി നദിയിലേക്ക് ട്രെയിൻ മറിയുകയായിരുന്നു. അതിൽ 750-ലധികം പേർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമാണ് അന്ന് അവിടെ ഉണ്ടായത്. 81 ജൂൺ 6 ഇത്ര വലിയ രാജ്യത്തെ നടുക്കിയ ഏറ്റവും വലിയ ട്രെയിൻ അപകടം ഉണ്ടായിട്ടുള്ളത്. അതിൽ 750-ലധികം പേർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം അന്നുണ്ടാകുന്നു. രണ്ടാമത്തെ ദുരന്തം ഉണ്ടാകുന്നത് തൊട്ടടുത്ത വർഷം തന്നെ 1988 ജൂലൈ 8 പെരുമൺ, നമ്മുടെ നാട്ടിലാണ് അത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകുന്നത്. ബാംഗ്ലൂരിൽ നിന്നും കന്യാകുമാരിയിലേക്ക് പോവുകയായിരുന്ന ഐലൻഡ് എക്സ്പ്രസ് പാളം തെറ്റി അഷ്ടമുടി കായലിലേക്ക് പതിക്കുകയായിരുന്നെന്ന് 105 പേരാണ് ആ അപകടത്തിൽ മരിക്കുന്ന സാഹചര്യമുണ്ടായത്. കേരളം കണ്ട ഏറ്റവും വലിയ ട്രെയിൻ ദുരന്തങ്ങളിൽ ഒന്നുകൂടിയാണ് ഇത്. അതിന് മുമ്പും പിൻപും കേരളത്തിൽ ചെറുതും വലുതുമായ അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും കേരള ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ട്രെയിൻ ദുരന്തമാണ് പെരുമൺ ദുരന്തമെന്ന് നമുക്ക് പറയാം. അതിനുശേഷം ഏറ്റവും വലിയൊരു ദുരന്തമുണ്ടായത് 2001 ജൂൺ 22 കടലുണ്ടി പുഴയിലുണ്ടായ അപകടമാണ്. മംഗലാപുരത്ത് നിന്നും ചെന്നൈയിലേക്ക് പോവുകയായിരുന്ന ചെന്നൈ മെയിൽ, അന്ന് കനത്ത മഴയായിരുന്നു, കടലുണ്ടി പുഴയിലേക്ക് മറിയുകയും 59ഓളം പേർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമാണ് അന്നുണ്ടായത്. അങ്ങനെ പെരുമൺ ദുരന്തം 1988 ഉണ്ടാകുന്നു. അതാണ് ബീഹാറിലെ ദുരന്തത്തിന് ശേഷമുണ്ടായ ഏറ്റവും വലിയ ഒരു ദുരന്തം. മറ്റ് റിപ്പോർട്ടുകളിലേക്ക് വരികയാണെങ്കിൽ പിന്നീടുണ്ടാകുന്ന ദുരന്തം ഓഗസ്റ്റ് 20 1995
UP-യിൽ വെച്ചാണ് മറ്റൊരു ട്രെയിൻ അപകടമുണ്ടാകുന്നത്. ഫിറോസാബാദിൽ അത്തരത്തിലൊരു ട്രെയിൻ അപകടമുണ്ടാകുന്നു. പുരുഷോത്തം എക്സ്പ്രസ് നിർത്തിയിട്ടിരുന്ന കാളിന്തി എക്സ്പ്രസിൽ ഇടിക്കുകയായിരുന്നു. അന്ന് 305 യാത്രക്കാർക്കാണ് ജീവൻ നഷ്ടമായത്. ബീഹാറിൽ 750 പേർക്ക് ജീവൻ നഷ്ടമാകുന്നു. അതിനുശേഷമുള്ള ഏറ്റവും വലിയ രാജ്യത്തെ ദുരന്തമാണ് ഈ പുരുഷോത്തം എക്സ്പ്രസ് നിർത്തിയിട്ടിരുന്ന കാളിന്തി എക്സ്പ്രസിൽ ഇടിച്ചുണ്ടായ അപകടം. അന്ന് 305 യാത്രക്കാർക്ക് ആ അപകടത്തിൽ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മറ്റൊരു അപകടത്തിലേക്ക് വരികയാണെങ്കിൽ നവംബർ 26, 1998 ഖന്ന പഞ്ചാബിൽ വെച്ചുണ്ടാകുന്ന അപകടമാണ്. ജമ്മു താവി സിയാൽദ എക്സ്പ്രസ് ഗോൾഡൻ ടെമ്പിൾ മെയിലുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടാകുന്നു. ആ അപകടത്തിൽ 212 പേർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമാണ്. മറ്റൊരു അപകടം ഓഗസ്റ്റ് 2, 1999 ഗെയ്സാൽ ബീഹാറിൽ വെച്ചാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടാകുന്നത്. ഗെയ്സാൽ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന അവന്ത് അസം എക്സ്പ്രസിൽ ബ്രഹ്മപുത്ര മെയിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ 285 പേർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമാണ്. ഏറ്റവും ശ്രദ്ധയോടെ നമ്മൾ കാണേണ്ട കാര്യം, ഈ അവന്ത് എക്സ്പ്രസ് സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ആ നിർത്തിയിട്ടിരുന്ന ട്രെയിനിലേക്കാണ് ബ്രഹ്മപുത്ര മെയിൽ ഇടിച്ച് അപകടമുണ്ടാകുന്നതും 285 പേർക്ക് ആ അപകടത്തിൽ ജീവൻ നഷ്ടമാകുന്നതും. മറ്റൊരു അപകടത്തിന്റെ ചരിത്രത്തിലേക്ക് വരികയാണെങ്കിൽ 2002 റാഫിഗഞ്ച് ബീഹാറിലുണ്ടായ ഒരു അപകടത്തിന്റെ കണക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. സെപ്റ്റംബർ 9 2002 ഇത്തരത്തിലൊരു ദുരന്തം ബീഹാറിൽ വീണ്ടും സംഭവിക്കുന്നത്. ന്യൂഡൽഹി ഹൗറ രാജധാനി എക്സ്പ്രസ് പാളം തെറ്റി ധാവേ നദിയിലേക്ക് മറിയുകയാണ് ഉണ്ടായത്. രാജധാനി എക്സ്പ്രസ് ധാവേ നദിയിലേക്ക് പാളം തെറ്റി മറിയുന്നു. ആ അപകടത്തിൽ 140ഓളം പേർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മറ്റൊരു അപകട വാർത്തയിലേക്ക് വരുമ്പോൾ മെയ് 28, 2010 ജാർഗ്രാം പശ്ചിമ ബംഗാളിൽ വെച്ചാണ് വലിയൊരു ദുരന്തം വീണ്ടും രാജ്യത്ത് ട്രെയിൻ ദുരന്തവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നത്. ജ്ഞാനേശ്വരി എക്സ്പ്രസ് ഗുഡ്സ് ട്രെയിനുമായി കൂട്ടിയിടിക്കുന്നു. അപകടത്തിൽ 145 പേർക്ക് ജീവൻ നഷ്ടമാകുന്നു. ഇത് സമീപകാലത്തുണ്ടായ ഒരു അപകടമാണ്. നവംബർ 20, 2016 പുഖ്രയാൽ ഉത്തർപ്രദേശിൽ വെച്ച് ഇത്തരത്തിലൊരു അപകടമുണ്ടാവുകയാണ്. ഇൻഡോർ രാജേന്ദ്രനഗർ എക്സ്പ്രസിന്റെ 14 കോച്ചുകൾ പാളം തെറ്റുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. 152 യാത്രക്കാരാണ് ആ അപകടത്തിൽ മരിച്ചത്. അതിനുശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് ഒഡീഷയിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. 288 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഒഡീഷയിലെ ട്രെയിൻ അപകടത്തെ തുടർന്ന് 48 ട്രെയിനുകൾ റദ്ദാക്കി. 39 ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. ഒഡീഷ തലസ്ഥാനമായ ഭുവനേശ്വർ വഴിയുള്ള എല്ലാ ട്രെയിനുകളും റദ്ദാക്കി. തിരുവനന്തപുരം കൊൽക്കത്ത സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്, കന്യാകുമാരി ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനുകളും റദ്ദാക്കിയവയിൽ ഉൾപ്പെടുന്നു. ഒരിടവേള കൂടി. Reporters 67 നീങ്ങിക്കൊണ്ടിരുന്ന സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ പരസ്പരം അഡ്ജസന്റായി പാരലായി തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു 2 ട്രെയിനുകളും. ഈ സമയത്തുണ്ടായ ഒരു തെറ്റായ സിഗ്നലിംഗ് ഈ വലിയ കൂടുതൽ ആൾക്കാരെ തിരിച്ചെത്തിക്കുന്നതിനായി പ്രത്യേക ട്രെയിനുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് എന്ന് നമ്മളോട് നേരത്തെ രാവിലെ തന്നെ പലരും പ്രതികരിക്കുകയുണ്ടായി. അപ്പോൾ അതൊരു വലിയ വിഷയമായിട്ട് അവിടെ നിൽക്കുന്നു. ആ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ, അപകടത്തിൽ പെട്ടവരുടെ ആരോഗ്യനില സംബന്ധിച്ച് കൂടുതൽ വൈദ്യ സഹായം എത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ, അങ്ങനെ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം, അധികൃതരെ സംബന്ധിച്ചിടത്തോളം മുന്നിലുള്ള വെല്ലുവിളികൾ പലതാണ്. അത് ഏതെല്ലാം രീതിയിൽ സജ്ജീകരിക്കാനുള്ള നീക്കങ്ങളാണ് ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അപർണ, ഈ രക്ഷപ്പെടുത്തിയവരുടെ ആരോഗ്യ നിലയിൽ എത്ര പേർ ഗുരുതരാവസ്ഥയിലുണ്ട് എന്നുള്ളതിൽ ഒരു ഔദ്യോഗിക വിശദീകരണം ലഭ്യമായിട്ടില്ല. അത് ഉടൻ തന്നെ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. എന്നാലും ഈ കൂടുതൽ സൈന്യത്തിൻ്റെയും വ്യോമസേനയുടെയും ഒക്കെ ഉപയോഗം, അവരുടെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ MI-17 ഹെലികോപ്റ്ററുകൾ ഈ കാഷ്വാലിറ്റീസിന് ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാനും അല്ലെങ്കിൽ കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്ക് അയക്കാനുമൊക്കെയായി അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സൈന്യം ഇവിടെ വളരെ കൃത്യമായി ഇടപെട്ട് പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുണ്ട്. അങ്ങനെ എല്ലാവിധ സജ്ജീകരണങ്ങളും എല്ലാവിധ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആശുപത്രികളിൽ ഏതാണ്ട് 900-ലധികം ആളുകൾ ആശുപത്രികളിൽ സമീപിച്ചിരുന്നു. ഇതിൽ 500-ലേറെ ആളുകളെയാണ് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. 288 പേർ മരിച്ചു, 1000-ലേറെ പേർക്ക് പരിക്കേറ്റു. ഇതിൽ 500-ലേറെ പേരെ ആശുപത്രികളിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം ലഭ്യമാകുന്നു. സമീപ ജില്ലകളിലേക്ക്, സമീപ നഗരങ്ങളിലേക്ക് കൂടി ഉള്ള ആശുപത്രികളിലേക്ക് കൂടി ഈ പരിക്കേറ്റവരെ എത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കട്ടക്കിലേക്കും ഭുവനേശ്വറിലേക്കും ഒക്കെ കൂടുതൽ പേരെ എത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്.
അതുകൊണ്ട് കട്ടക്കിലാണ് കൂടുതൽ പേരെയും എത്തിച്ചിട്ടുള്ളത്. വിദഗ്ധ ചികിത്സ കൂടുതൽ ലഭ്യമാക്കുന്നതും കട്ടക്കിലാണ്. എന്താണെങ്കിലും ഈ കട്ടക്കിലെ വിദഗ്ധ ചികിത്സയ്ക്കായി അവിടെയും കൂടുതൽ ഡോക്ടേഴ്സിന്റെ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഗ്രാഫിക്സ് അത് ശ്രദ്ധേയമാണ്. 2 ട്രെയിനുകൾ 2 ട്രാക്കിലൂടെ വരുന്നു. മറ്റു വാർത്തകളിലേക്ക്. ഒളിവിൽ കഴിയുന്ന പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ കണ്ടെത്തുന്നവർക്ക് ഇനാം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോസ്റ്റർ തൃത്താലയിൽ വിവിധ സ്ഥലങ്ങളിൽ പതിപ്പിച്ചു. പോലീസ് സ്റ്റേഷനുകളിലും വിവിധ സർക്കാർ ഓഫീസുകളിലുമാണ് NIA പോസ്റ്ററുകൾ പതിപ്പിച്ചിരിക്കുന്നത്. 3 ലക്ഷം മുതൽ 7 ലക്ഷം രൂപ വരെയാണ് പോസ്റ്ററുകളിൽ ഇനാം പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൂറ്റനാട് സ്വദേശി ഷാഹുൽ ഹമീദ്, ഞാങ്ങാട്ടിരി സ്വദേശി അബ്ദുൾ റഷീദ്, ശങ്കരമംഗലം സ്വദേശി മുഹമ്മദ് മൻസൂർ, നെല്ലായി സ്വദേശി മുഹമ്മദ് അലി, പറവൂർ സ്വദേശി അബ്ദുൾ വഹാബ്, പേരുവിവരങ്ങൾ ലഭ്യമല്ലാത്ത ഫോട്ടോയിലെ വ്യക്തി എന്നിവരെ കണ്ടെത്തുന്നവർക്കാണ് ഇനാം പ്രഖ്യാപിച്ചിട്ടുള്ളത്. കണ്ണൂരിൽ ട്രെയിൻ കത്തിച്ച കേസിലെ പ്രതി പ്രസൂൺജിത്ത് സിക്ദറിനെ റിമാൻഡ് ചെയ്തു. കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാണ് റിമാൻഡ് ചെയ്തത്. ഇന്നലെ രാത്രി കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് പ്രതിയുടെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയിരുന്നു. പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പും മറ്റ് നടപടികളും പൂർത്തിയാക്കും. കണ്ണൂർ രാമന്തളിയിൽ ഓട്ടോറിക്ഷ തീവെച്ച് നശിപ്പിച്ചു. രാമന്തളി ചുളക്കടവിലെ മുസ്ലിം ലീഗ് പ്രവർത്തകനും രാമന്തളി ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡ് മെമ്പറുമായ C. ജയരാജന്റെ ഓട്ടോറിക്ഷയാണ് തീവെച്ച് നശിപ്പിച്ചത്. വീടിന് സമീപത്തെ പറമ്പിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയാണ് അഗ്നിക്കിരയാക്കിയത്. ഓട്ടം കഴിഞ്ഞ് ഇവിടെയാണ് എന്നും ജയരാജ് വണ്ടി നിർത്തിയിടാറുള്ളത്. പുലർച്ചെ 3 മണിയോടെയാണ് സംഭവമുണ്ടായത്. പയ്യന്നൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് K. മുരളീധരൻ. എങ്കിലേ പ്രശ്നപരിഹാരമുണ്ടാകൂ. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് പുനഃസംഘടന നടക്കില്ലെന്നും മുരളീധരൻ പറഞ്ഞു. സംഘടനയിൽ എല്ലാവരും തൃപ്തിപ്പെടുത്തണമെങ്കിൽ ഒറ്റ ഫോർമുലയുള്ള ഇലക്ഷൻ നടത്തണം പാർട്ടി. അതിന് അടുത്ത തവണ തൊട്ട് പാർട്ടി ഇലക്ഷൻ നടത്തും. അതിന് ഞങ്ങളൊക്കെ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കും പാർട്ടി ഇലക്ഷൻ വേണ്ടി. അത് മാത്രമേ പരിഹാരമുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്താലും ആരെയും പൂർണ്ണമായിട്ട് തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. ഞാനിപ്പോൾ ലിസ്റ്റ് നോക്കിയപ്പോൾ വലിയ കുഴപ്പം കാണുന്നില്ല. പിന്നെ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരാളെ വെക്കണ്ടെന്ന് പറഞ്ഞ ആളെ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. അത് മാത്രമേ ഒരു കുഴപ്പമുള്ളൂ. ബാക്കിയും വേറെ ഒന്നുമല്ല. ഞാൻ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചു എന്ന് ദേശാഭിമാനിക്ക് ചോർത്തിയൊരു വിദ്വാനാക്കരുത് എന്ന് പറഞ്ഞു. അതാക്കിയിട്ടുണ്ട്. പക്ഷെ അതും കുഴപ്പമില്ല. കാരണം ഇവരൊക്കെ വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യും ജനം. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ലോക കേരള സഭയുടെ പേരിൽ കൊള്ളയാണ് നടക്കുന്നതെന്ന് K. മുരളീധരൻ. ഇന്നല്ലെങ്കിൽ നാളെ മറുപടി പറയേണ്ടി വരുമെന്നും മുരളീധരൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബാലന് ഇതിലെന്താ കാര്യം? ഇത് കൊള്ളയാണ് നടത്തുന്നത്. ഒന്ന്, ഇങ്ങനെ ഒരു സമ്മേളനം കൊണ്ട് യാതൊരു പ്രയോജനവും പ്രവാസികൾക്ക് ഉണ്ടായിട്ടില്ല. സ്വർണത്തിൻ്റെ കാർഡ്, വെള്ളിയുടെ കാർഡ്, പിന്നെ വെങ്കലം, ഇത് സാധാരണ ഒളിമ്പിക്സിലും സ്പോർട്സിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്. മുഖ്യമന്ത്രിയോടൊപ്പം ഇരിക്കാൻ ഇങ്ങനൊരു മെഡൽ ഏർപ്പെടുത്തിയത് ഇതാരുടെ ബുദ്ധി അല്ലെങ്കിൽ കുബുദ്ധി ആരെയാണെന്ന് മനസ്സിലാവുന്നില്ല. ഇത് കൊള്ള നടത്തുകയാണ്. ഇതിന് ഇന്നല്ലെങ്കിൽ നാളെ, ഇന്ന് ഭരിക്കുന്നവർ നാളെ സമാനം പറയേണ്ടി വരും. ഇത് സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തേണ്ടതാണ്. സിനിമാ സംവിധായകനും BJP സംസ്ഥാന സമിതി അംഗവുമായ രാജസേനൻ CPM-ലേക്ക്. BJP നേതൃത്വത്തിന് ഇന്ന് രാജിക്കത്ത് കൈമാറും. AKG സെന്ററിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കണ്ട ശേഷമായിരുന്നു പ്രതികരണം. രാഷ്ട്രീയക്കാരനെന്ന നിലയിലും കലാകാരനെന്ന നിലയിലും വലിയ അവഗണനയാണ് BJP-യിൽ നേരിട്ടത്. കലാരംഗത്ത് പ്രവർത്തിക്കാൻ കൂടുതൽ നല്ല പാർട്ടി CPM ആണെന്നും രാജസേനൻ പറഞ്ഞു. പഴയ ഒരു CPM ചിന്താഗതിക്കാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്കതിനോടൊരു താല്പര്യം തോന്നി. അപ്പോൾ അങ്ങനെ ഗോവിന്ദ മാഷുമായിട്ട് ഒരു അരമണിക്കൂർ സംസാരിച്ചു. CPM-ൽ ചേർന്നോന്ന് വെച്ചാൽ അതെനിക്കറിയില്ല, എങ്ങനെയാണ് ചേരുന്നതെന്നും എനിക്കറിയില്ല. പക്ഷെ മനസ്സുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇവരോടൊപ്പമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കാൻ എനിക്ക് കുറച്ചുകൂടി ഫ്ലെക്സിബിളാണ് എന്ന് ചരിത്രം എന്നെ ഓർമ്മിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നത്. ജോലിക്കിടെ അപകടത്തിൽ മരിച്ച പോലീസുകാരന്റെ കുടുംബത്തോട് സർക്കാരിന്റെ അനീതി. SAP ബറ്റാലിയനിലെ പോലീസ് കോൺസ്റ്റബിൾ S. ബാലു മരിച്ചിട്ട് 1.5 വർഷം പിന്നിടുമ്പോഴും നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാൻ പോലും സർക്കാരിനായിട്ടില്ല. ഇതിനിടയിൽ ബാലുവിന് അർഹതപ്പെട്ട സർവീസ് ആനുകൂല്യമായ ഗ്രൂപ്പ് ഇൻഷുറൻസ് തുകയും വകുപ്പിന്റെ അനാസ്ഥ മൂലം നഷ്ടമായി. കൃത്യനിർവഹണത്തിനിടയിൽ ജീവൻ നഷ്ടമായ ACP ബറ്റാലിയനിലെ പോലീസ് കോൺസ്റ്റബിൾ S. ബാലുവിന്റെ വിയോഗം
അതീവ ദുഃഖകരമാണ്. ആലപ്പുഴ പുന്നപ്ര സ്വദേശിയായ ബാലു ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലാണ് പരിശീലനം പൂർത്തിയാക്കി സേനയുടെ ഭാഗമായത്. ബാലുവിന്റെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. ആദരാഞ്ജലികൾ. 2018 ഡിസംബർ 21 അഞ്ചുതെങ്ങ് കായലിൽ പ്രതിയെ പിടിക്കാനായി പോകുന്നതിനിടെ കായലിൽ വള്ളം മറിഞ്ഞ് 27-കാരനായ ബാലു മരിച്ചത്. അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി കുറിച്ച വാക്കുകളാണിത്. ഇന്ന് തീയതി 2023 ജൂൺ 2. 1.5 വർഷം പിന്നിടുമ്പോൾ സർക്കാർ ബാലുവിനായി എന്തു ചെയ്തു? മകനെ നഷ്ടപ്പെട്ട അമ്മ പറയട്ടെ. സർക്കാരിനെതിരെയോ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെതിരെയോ നമ്മൾ ഒരു കേസും കൊടുത്തിട്ടില്ല. ഞാൻ എത്ര കേസ് കൊടുത്ത് ഏത് സുപ്രീം കോടതി പോയാലും എനിക്ക് ബാലുവിനെ തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്കുണ്ടായ ഒരു വേദന വേറൊരു കുടുംബത്തിനുണ്ടാവരുത്. പക്ഷേ ഇത് വലിയ നീതികേടല്ലേ കാണിക്കുന്നത്? നീതികേടാണ് കാണിച്ചത്. ഞാനൊരു പക്ഷേ കേസിന് പോയാൽ ആ CIയുടെ കുടുംബമോ SIയുടെ കുടുംബമോ ഒക്കെ ചിലപ്പോൾ അവരെ സസ്പെൻഷനിലാവും. എനിക്ക് അവരെ സസ്പെൻഷനിലായിട്ടും അവരുടെ കുടുംബത്തിന്റെ കണ്ണീര് കണ്ടിട്ട് ഒന്നും നേടാനില്ല. എനിക്കാണ് പോയത്. പക്ഷേ സർക്കാരിന് ഇപ്പം ചെയ്യാം. ബാലുവിന്റെ ആശ്രിതനായ ബിനുവിന് ഒരു ജോലി അവർക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇതുപോലെ പലരുമൊക്കെ മരിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ മോന് മാത്രം എന്തുകൊണ്ട് നീതിയില്ല? എനിക്കതാണ് സർക്കാരിനോട് അല്ലെങ്കിൽ എല്ലാവരോടും ചോദിക്കാനുള്ളത്. എനിക്കതാണ്. ബാലുവും 3 പോലീസുകാരും ഒരു നാട്ടുകാരനുമായിരുന്നു സംഭവ സമയത്ത് വള്ളത്തിൽ. കഷ്ടിച്ച് 2 പേർക്ക് സഞ്ചരിക്കാവുന്ന വള്ളത്തിലായിരുന്നു ഈ സാഹസം. ശിവഗിരി ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിപ്പോകേണ്ട ബാലുവിനെ കൂട്ടിക്കൊണ്ടുപോയതിൽ പോലും ദുരൂഹതയുണ്ട്. കേന്ദ്രസേനയിൽ SI ആയി പ്രവേശിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെയാണ് മരണം. 1 രൂപ പോലും കുടുംബത്തിന് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാതിരുന്ന സർക്കാർ സഹോദരന് അർഹതപ്പെട്ട ആശ്രിത നിയമനം പോലും നൽകാൻ തയ്യാറായിട്ടില്ല. അതിലും വലിയ വഞ്ചനയാണ് അർഹതപ്പെട്ട ഗ്രൂപ്പ് ഇൻഷുറൻസ് തുക നൽകുന്നതിലും വകുപ്പ് കാട്ടിയത്. അവര് ശരിക്കും പിടിക്കേണ്ട എമൗണ്ട് അല്ല, അതിനേക്കാളും കുറച്ച് പിടിച്ചു. ആ എമൗണ്ട് കൂടുതൽ പിടിച്ചെങ്കിൽ മാത്രമേ അതനുസരിച്ചുള്ള ഇപ്പൊ ആള് ഇതിൽ മരിച്ചു. ഡ്യൂട്ടിയിലെന്ന് തന്നെയല്ല, അല്ലാതെ ഒരു മരണം സംഭവിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥൻ മരിച്ചാല് ആ 400 വെച്ച് പിടിക്കുന്നതിന്റെ എമൗണ്ട് അല്ല 800 വെച്ച് പിടിക്കുമ്പോൾ കിട്ടുന്നത്. എന്ന് പറഞ്ഞാല് ഒരുപാട് ലക്ഷങ്ങളുടെ വ്യത്യാസം വരുന്നു. മറ്റേതൊരു ചെറിയ എമൗണ്ട് ഒരു 8 ലക്ഷമോ 10 ലക്ഷമോ ആയിട്ട് മാറും. ഇതെന്ന് പറയുന്നത് 32, 30, 30 മേളിലേക്ക് ഇത് വ്യത്യാസം വരുന്നു. അപ്പൊ അങ്ങനെ തീർച്ചയായിട്ടും ബാലു ഡിസംബർ 18 ആ ഡിസംബർ മാസം, അതാണ് ഞാൻ പറഞ്ഞത്, ആ കറക്റ്റ് മാസമായിരുന്നു അതിന്റെ സംഗതി വന്നത്. ആ ഡിസംബറിൽ തൊട്ടായിരുന്നു പിടിക്കേണ്ടത്. പക്ഷെ അവരത് പിടിച്ചില്ല. അവസാന മാസത്തെ ശമ്പളത്തിൽ നിന്ന് ഇൻഷുറൻസ് പ്രീമിയം പോലും ബന്ധപ്പെട്ടവർ കൃത്യമായി അടച്ചില്ല. ശമ്പളം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ SAP കമാൻഡന്റിന് രജിസ്ട്രേർഡായി കത്തയക്കുകയും ഫോൺ മുഖാന്തരം ഇക്കാര്യം കുടുംബം ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും ശമ്പളത്തിൽ നിന്ന് ഇൻഷുറൻസ് തുക ഈടാക്കാതെ ബാലുവിന്റെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് ശമ്പളം കൈമാറുകയായിരുന്നു. അതോടെ ബാലുവിന് ലഭിക്കേണ്ട 16 മുതൽ 32 ലക്ഷം രൂപ വരെയുള്ള തുകയും നഷ്ടമായി. നമ്മൾ 1 മിനിറ്റ് കളയാതെയാണ് ഓരോ കാര്യങ്ങളും ഓരോ സർട്ടിഫിക്കറ്റുകളും ഓരോരുത്തർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. എത്ര കുട്ടികളാണ് ഓരോ ജോലിക്കും ഓരോ കാര്യത്തിനും വരുന്നത്. അവർക്കൊന്നും ഒരു ഇതുമില്ലാതെ നമ്മുടെ സർക്കാർ സർവീസിൽ ഒരു പേരുദോഷം ഉണ്ടാക്കാതെ വളരെ നന്നായിട്ടാണ് നമ്മുടെ സർവീസ് നമ്മൾ ചെയ്തു പോയത്. എനിക്ക് തന്നെ ഈ വിധിയാണല്ലോ എന്നാണ് ഞാൻ ഓർക്കുന്നത്. എൻ്റെ മോന് വേണ്ടി ഞാനിപ്പോൾ ഓരോ സ്ഥലങ്ങളിലും കയറി ഇറങ്ങുകയാണ്. സംസ്ഥാന പോലീസ് സേനയ്ക്ക് വേണ്ടി ജീവൻ നൽകിയ മിടുക്കനായ ഒരു ചെറുപ്പക്കാരന്റെ കുടുംബത്തിന്റെ ഗതികെട്ട അവസ്ഥയാണിത്. അനുശോചനം രേഖപ്പെടുത്താൻ മത്സരിച്ച രാഷ്ട്രീയക്കാരും സർക്കാരും ബാലുവിനോട് നീതി കാട്ടിയില്ലെന്ന് മാത്രമല്ല, കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കൂടി തട്ടിക്കളയുകയാണുണ്ടായത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴ പുന്നപ്രയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. താരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില.